എല്ലാവർക്കും നമസ്കാരം. ക്ഷേത്രാചാര അനുഷ്ഠാനങ്ങൾ അവയുടെ തനിമയും വൈവിധ്യവും കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ്. ഇവയൊക്കെ പ്രാദേശികതയുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ പിൽക്കാലത്ത് ഇവയിൽ ചിലതൊക്കെ ഏറെ ചർച്ചയ്ക്കും വിവാദങ്ങൾക്കും വഴിവെക്കാറുമുണ്ട്. ക്ഷേത്ര സംസ്കാരം അഥവാ ക്ഷേത്രാചാര അനുഷ്ഠാനങ്ങൾ നമുക്ക് മുന്നേ പോയവരുടെ അഥവാ നമ്മുടെ പൂർവികരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയാൽ ഇവയൊക്കെ നമുക്ക് എളുപ്പം ഉൾക്കൊള്ളുവാനാവും. സ്ത്രീയുടെ ആർത്തവവും ക്ഷേത്രപ്രവേശനവുമൊക്കെ ഏറെ വിവാദമായിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ ആർത്തവം ആഘോഷമാക്കപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട് കേരളത്തിൽ. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഇവിടെ ശ്രീ പാർവതി പരമേശ്വരന്മാർ ഒരുമിച്ചാണ് കുടികൊള്ളുന്നത്. എങ്കിലും ക്ഷേത്രം ഏറെ പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത് പാർവതി ദേവിയുടെ പേരിലാണ്. ശ്രീ പാർവതി പരമേശ്വരന്മാർ ഒരുമിച്ച് കുടികൊള്ളുന്ന പല ക്ഷേത്രങ്ങളിലും പാർവതി ദേവിക്കാണ് ഏറെ പ്രാധാന്യമായി കണ്ടുവരുന്നത്. കൊടുങ്ങല്ലൂർ, തിരുമാന്ധാൻകുന്ന്, പനയന്നാർക്കാവ് എന്നിവയൊക്കെ ഉദാഹരണങ്ങൾ മാത്രം. ഇവിടെ ഈ ചെങ്ങന്നൂരിൽ ശ്രീ പാർവതി ദേവി അഥവാ ചെങ്ങന്നൂരമ്മ എങ്ങനെയാണ് ഭക്തജനങ്ങൾക്ക് കൂടുതൽ പ്രിയങ്കരിയാകുന്നത് എന്നത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ ക്ഷേത്രോൽപ്പത്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. പണ്ട് ശ്രീ പാർവതി പരമേശ്വര പരിണയ സമയത്ത് ത്രിമൂർത്തികളും ദേവ, യക്ഷ, നാഗ, കിന്നര, ഗന്ധർവ, ദേവസ്ത്രീകൾ, മഹർഷിമ അങ്ങനെ എല്ലാവരും ഹിമവൽ ശൈലത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഇവരുടെയൊക്കെ ഭാരം കാരണം ഭൂമി വടക്കോട്ട് ഒന്ന് ചെരിഞ്ഞു പോകുമോ എന്ന് ഭയന്ന് ത്രിമൂർത്തികൾ അഗസ്ത്യമുനിയോട് തെക്കോട്ട് സഞ്ചരിച്ച് ശോണാദ്രി എന്ന പ്രദേശത്തെത്തി അവിടെ ധ്യാനനിമഗ്നനാകുവാൻ ആവശ്യപ്പെട്ടു. താൻ ഇവിടെ നിന്ന് പോയാൽ ഈ സ്വയംവരാഘോഷം കാണാൻ സാധിക്കില്ലല്ലോ എന്ന് മനസ്താപിച്ചപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ അവിടെ ഇരുന്നും കാണാൻ പറ്റും എന്ന അനുഗ്രഹവും കൊടുത്തു. അങ്ങനെ അഗസ്ത്യമുനി ശോണാദ്രിയിലെത്തി തപസ്സാരംഭിച്ചു. സ്വയംവരത്തിന് ശേഷം എല്ലാവരും ചേർന്ന് അഗസ്ത്യമുനിയെ കാണുവാൻ ശോണാദ്രിയിൽ എത്തി. അവിടെ വെച്ച് ശ്രീ പാർവതി രജസ്വലയാകുകയും ഋതുശാന്തി കല്യാണം അവിടെ വെച്ച് ആഘോഷപൂർവ്വം നടത്തുകയും ചെയ്തു. അങ്ങനെ അഗസ്ത്യമുനിക്ക് വളരെ കെങ്കേമമായി നടത്തിയ ഈ ആഘോഷം നേരിട്ട് കാണുവാനും സാധിച്ചു. ശേഷം ഈ പ്രദേശമാകെ ഒരു വനമായി ഒരുപാട് കാലം അങ്ങനെ കിടന്നു. പിന്നീട് ഒരിക്കൽ പരശുരാമൻ പരദേശ ബ്രാഹ്മണരുമായി ഇവിടെ എത്തുകയും അങ്ങനെ ഈ പ്രദേശം അവരൊക്കെ ചേർന്ന് ജനവാസയോഗ്യമാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെയാണ് ശോണാദ്രി എന്ന ഗീർവാണ പദം പിന്നീട് ചെങ്കുന്ന് എന്ന മലയാളമായി മാറുകയും ജനവാസയോഗ്യമായ ഊര് അഥവാ ഗ്രാമം എന്ന അർത്ഥത്തിൽ ചെങ്കുന്നൂര് എന്നും പിന്നീട് അത് ചെങ്ങന്നൂർ എന്നും അറിയപ്പെടുവാൻ തുടങ്ങി. തെക്ക് 32, വടക്ക് 32 അങ്ങനെ 64 ഗ്രാമങ്ങളായാണ് ഈ കേരളം വിഭജിച്ചിരുന്നത്. വഞ്ഞിപ്പുഴ തമ്പുരാൻ്റെ അധീനതയിലായിരുന്നു ദേശം. ഒരിക്കൽ ഈ ക്ഷേത്രമിരിക്കുന്ന ഭാഗം വഞ്ഞിപ്പുഴ തമ്പുരാൻ നായനാരുപിള്ള എന്നയാൾക്ക് പാട്ടത്തിന് കൊടുക്കുകയും നായനാരുപിള്ളയുടെ വേലക്കാരിയായ ഒരു കുറത്തി ഒരിക്കൽ തൻ്റെ അരിവാളിന് ഒരു കല്ലിൽ മൂർച്ച വരുത്തുമ്പോൾ അതിൽ നിന്നും രക്തം വരുന്നത് കണ്ട് പേടിച്ച് വിവരം പിള്ളയെ അറിയിക്കുകയും പിള്ള അത് കൊട്ടാരത്തിൽ വിവരം ധരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ രാജാവും പരിവാരങ്ങളും ഒപ്പം തന്നെ താഴമൺ തന്ത്രിയെയും വിളിച്ചു വരുത്തി പ്രശ്നം വെച്ചപ്പോൾ അവിടെ ശിവൻ സ്വയംഭൂ സാന്നിധ്യമാണ് എന്ന് അറിയുകയുണ്ടായി. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രം പണിയുവാനുള്ള തീരുമാനം ആ യോഗത്തിലുണ്ടാകുകയും തുടർന്ന് ശിവനോടൊപ്പം അവിടെ ശ്രീ പാർവതി ദേവിയും ഉള്ളതായി കണ്ടെത്തി 2 പേർക്കുമായുള്ള ക്ഷേത്രം പണിയാനായി തീരുമാനം എടുക്കുകയും ചെയ്തു. അപ്പോഴവിടെ എത്തിയ ഉളിയന്നൂർ പെരുന്തച്ഛനെയാണ് ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രവർത്തനം ഏൽപ്പിച്ചത്. പെരുന്തച്ഛൻ ക്ഷേത്രത്തിനും ഗോപുരങ്ങൾക്കും എല്ലാം ഉള്ള കണക്ക് അവിടെ പറഞ്ഞ് ഏൽപ്പിക്കുകയും അങ്ങനെ പെരുന്തച്ഛൻ കൊടുത്ത കണക്കിൻ പ്രകാരം ക്ഷേത്രത്തിൻ്റെയും ശ്രീകോവിലിൻ്റെയും എല്ലാ പണികളും നന്നായി ചെയ്തു തീർത്തു. എങ്കിലും കൂത്തമ്പലത്തിൻ്റെ കണക്ക് മാത്രം ശരിയായില്ല. കുക്കുടാണ്ഡ ആകൃതിയിലായിരുന്നു കൂത്തമ്പലം അന്ന് വിഭാവനം ചെയ്തത്.
അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി പെരുന്തച്ചൻ അവിടെ വരികയും കണക്കനുസരിച്ച് ഈ കൂത്തമ്പലം നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ ശതാബ്ദങ്ങൾക്ക് ശേഷമുണ്ടാകുന്ന ഒരു വൻ അഗ്നിബാധയിൽ ഈ കൂത്തമ്പലം നശിച്ചു പോകുമെന്നും പുനർനിർമ്മാണത്തിന് ശ്രമിക്കേണ്ടതില്ല എന്നും അന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പിൽക്കാലത്ത് കൂത്തമ്പലം തീപിടുത്തത്തിൽ നശിക്കുകയും പുനർനിർമ്മാണത്തിന് ശ്രമിച്ചിട്ട് സാധിക്കാതെ വരികയും ചെയ്തു. ഇന്നും ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ കുക്കുടാണ്ഡാകൃതിയിലുള്ള ഒരു വലിയ കൂത്തമ്പലത്തിൻ്റെ തറ സംരക്ഷിക്കപ്പെട്ടു പോരുന്നു. പിന്നീട് ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ പ്രതിഷ്ഠയ്ക്കാവശ്യമായ ശിലാവിഗ്രഹവും പെരുന്തച്ചൻ തന്നെയാണ് അത് മണ്ണിൽ നിന്നും ചൂണ്ടി കാണിച്ചു കൊടുത്തത്. മണ്ണിനടിയിലാണ് ആ വിഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇവിടെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത്. അങ്ങനെ ദേവീ ചൈതന്യം ഇവിടെ വല്ലാതെ കണ്ട് പ്രസരിക്കുകയും നാനാഭാഗത്തു നിന്നും അസംഖ്യം ഭക്തജനങ്ങൾ ദേവീപ്രസാദത്തിനായി ഇവിടെ എത്തിച്ചേരുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്ത് ഒരിക്കൽ വെളുപ്പിനത്തെ നിർമാല്യ പൂജയ്ക്ക് ശേഷം പഴയ ഉടയാട പുറത്തേക്കിടുമ്പോൾ അതിൽ ശാന്തിക്കാരൻ രക്തക്കറ കാണുകയുണ്ടായി. കഴുകക്കാരനോട് സംശയം പറയുകയും കഴുകക്കാരൻ അത് ദേവസ്വത്തിൽ അറിയിക്കുകയും ദേവസ്വത്തിൽ നിന്നും വഞ്ഞിപ്പുഴ മഠത്തിൽ വിവരം ധരിപ്പിക്കുകയും ചെയ്തു. വഞ്ഞിപ്പുഴ മഠത്തിലെ അന്തഃപുരത്തിൽ തമ്പുരാട്ടി അത് പരിശോധിക്കുകയും അവിടെ നിന്നും സംശയം തോന്നി താഴമൺ തന്ത്രി മഠത്തിലേക്ക് അത് കൊടുത്തുവിടുകയും ചെയ്തു. അവിടെ അന്തർജനം തീർപ്പാക്കി ഇത് ദേവിയുടെ തൃപ്പൂത്താണ്, ദേവി രജസ്വലയായിരിക്കുന്നതാണ് എന്ന്. അതിനുശേഷം എല്ലാ മാസവും പതിവായി ദേവി രജസ്വല ആകാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് രജസ്വലയായ ഈ 4 ദിവസങ്ങളിൽ ദേവിക്കിരിക്കുവാനായി ശ്രീകോവിലിന് തൊട്ടടുത്ത് തന്നെയായി മറ്റൊരു ചെറിയ ക്ഷേത്രം നിർമ്മിക്കുകയും 4 ദിവസവും അവിടെ മാത്രം പൂജ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. 4-ാം ദിവസം ദേവി വിഗ്രഹം പിടിയാനപ്പുറത്ത് കയറ്റി അടുത്തുള്ള മിത്രപ്പുഴ കടവിലേക്ക് ആറാട്ടിനായി കൊണ്ടുപോകുന്നു. വാദ്യമേളങ്ങളുടെയും മറ്റും അകമ്പടിയോടെ അവിടെ എത്തി തന്ത്രി, മേൽശാന്തി, അങ്ങനെ പരിചയമുള്ള സ്ത്രീകൾ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ പതിവുള്ള ആറാട്ടു രീതികളോടെ ദേവിയെ മിത്രപ്പുഴക്കടവിൽ ആറാടിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ചടങ്ങിനാണ് തൃപ്പൂത്താറാട്ട് എന്ന് പറയുക. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദേവി തിരിച്ച് മതിൽക്കകത്ത് എത്തുമ്പോൾ ശ്രീ മഹാദേവനും ആനപ്പുറത്ത് അവിടെ എഴുന്നള്ളി നിൽക്കുകയും പരസ്പരോപചാരം അർപ്പിച്ച ശേഷം 2 വിഗ്രഹങ്ങളും 2 ശ്രീകോവിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ദേവിക്ക് ഏറെ പ്രിയങ്കരമായ വഴിപാടാണ് ഹരിദ്ര പുഷ്പാഞ്ജലി. ഇത് നമുക്ക് നേരത്തെ ചീട്ടാക്കാവുന്നതാണ്. അത് നമ്മുടെ പേരിൽ അവിടെ നടത്തപ്പെട്ടുള്ളൂ. അതുപോലെ തന്നെ തൃപ്പൂത്താറാട്ട് ദിവസം താലപ്പൊലി ഏന്തുന്നതിന് സ്ത്രീകൾ ഏറ്റവും പുണ്യമായി കരുതപ്പെടുന്നു. മംഗല്യപൂജ, താലിപൂജ, നെടുമംഗല്യ പ്രാർത്ഥന, അതുപോലെ സന്താന സൗഭാഗ്യത്തിനായും അഭീഷ്ടവര സിദ്ധിക്കായും ഒക്കെ ധാരാളം സ്ത്രീകളാണ് ചെങ്ങന്നൂരമ്മയുടെ അടുത്ത് എത്തിച്ചേരുന്നത്. പണ്ട് ശ്രീ പാർവതി പരമേശ്വര പരിണയത്തിന് ശേഷം ശോണാദ്രിയിലെത്തിയപ്പോൾ അവിടെ വെച്ച് ദേവിയുടെ ഋതുശാന്തി കല്യാണം നടന്നതായി പറഞ്ഞുവല്ലോ. അന്ന് ആ കല്യാണത്തിൽ യാഗത്തിനായി ഉപയോഗിച്ച ഹോമകുണ്ഡം പിന്നീട് ഒരു തടാകമായി പരിണമിക്കുകയുണ്ടായി. ചെങ്ങന്നൂർ വടക്കേക്കുളം അഥവാ ശക്തികുണ്ഡ തീർത്ഥം എന്നാണ് ഇപ്പോഴും അതിന് പേര് പറയുന്നത്. വളരെ പ്രസിദ്ധമാണ് ചെങ്ങന്നൂർ പടിഞ്ഞാറേ നട സത്യം. കോർട്ട് വിധിപ്രകാരവും മറ്റും സത്യം തെളിയിക്കുന്നതിനായി ആളെ ഇവിടെ കൊണ്ടുവരികയും പടിഞ്ഞാറേ നടയുടെ ഗോപുരപ്പടിയിൽ നിന്നുകൊണ്ട് വാതിലിന് പിറകിലായി സ്വല്പമൊന്ന് താന്നിട്ടുള്ള ഒരു വലിയ ദ്വാരത്തിലേക്ക് കൈകടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യും. പറയുന്നത് കള്ളമാണെങ്കിൽ അകത്തുനിന്നൊരു സർപ്പം വന്ന് ആ കയ്യിൽ കുത്തുകയും പറഞ്ഞയാൾ ഗോപുരപ്പടിയിൽ നിന്നും തെറിച്ച് പുറത്തേക്ക് വീണ് മരിക്കുകയും ചെയ്യുമായിരുന്നു. ഇതിൻ്റെ ഭീകരത നിമിത്തം ഇവിടെ വന്ന് സത്യം ചെയ്യുവാൻ പിൽക്കാലത്ത് എല്ലാവർക്കും ഭയമായിരുന്നു. ഇന്നും പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ വാതിലിന് പിറകിലായി നമുക്ക് ആ ദ്വാരം കാണാം. ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ ഒരു അരികിലായി സർപ്പക്കാവുണ്ട്. ഈ സർപ്പക്കാവിൽ ആയില്യം പൂജ വളരെ വിശേഷമായി കൊണ്ടാടുന്നു. അതുപോലെ തന്നെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നവർ ആദ്യം തന്നെ കൂത്തമ്പലത്തിനൊരരികിലായ ഒരു കല്ലുണ്ട്. ആ കല്ലിന് മുകളിൽ കയറി നിന്ന് ശ്രീകോവിലിൻ്റെ മുകളിലുള്ള താഴികക്കുടത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു വേണം ഉള്ളിലേക്ക് കടക്കുവാൻ എന്നും വിശ്വസിക്കുന്നു. കൂടാതെ ക്ഷേത്രത്തിലെ കൊടിമരത്തിന് മുന്നിൽ നിന്ന് കൈനിറയെ മഞ്ചാടിയിൽ വാരി പ്രാർത്ഥനയോടെ മുകളിലേക്ക് എറിയുന്നത്
സർവ്വശോക നിവാരണത്തിനും കാരണമാകും എന്നും വിശ്വസിച്ചു പോരുന്നു. വർഷം തോറും ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് കൊടിയേറി മകം ആറാട്ടോടെയാണ് ഇവിടുത്തെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കുന്നത്. 28 ദിവസമാണ് ഇവിടുത്തെ ഉത്സവാഘോഷങ്ങൾ നീണ്ടു നിൽക്കുക. കൂടാതെ മഹാശിവരാത്രി ഇവിടെ വളരെ കെങ്കേമമായി ആഘോഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രസിദ്ധി ആർജിച്ചതാണ് തൃപ്പൂത്താറാട്ട്. തൃപ്പൂത്ത് എപ്പോൾ സംഭവിക്കും എന്നത് നമുക്ക് നേരത്തെ മുൻകൂട്ടി പറയുവാൻ ആവില്ല. ഇത് സംഭവിക്കുമ്പോൾ പത്രദ്വാര എല്ലാവർക്കും അറിയുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അഭീഷ്ടവരപ്രദായിനിയായ ഭക്തജനങ്ങൾക്ക് ആശ്വാസവും ആശ്രയവുമായ എല്ലാവരുടെയും അമ്മയായ ചെങ്ങന്നൂർ അമ്മയുടെ മഹാത്മ്യങ്ങൾ പറഞ്ഞു തീർക്കുവാൻ വാക്കുകൾ മതിയാവില്ല. ഈ ക്ഷേത്രദർശനം ഒരു പുണ്യമായ അനുഭവം തന്നെയാണ് എന്നത് നിസ്തർക്കവും ആണ്.